മയോകാർഡിയൽ ഇൻഫാർക്ഷൻ നമുക്ക് തുടങ്ങാം. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ മയോകാർഡിയൽ ഇഞ്ചുറി ആണ്. സോ ആൻജിന പെക്ടോറസിന്റെ അടുത്ത ലെവൽ. പിന്നെ ലൊക്കേഷൻ MIയുടേത് നമ്മൾ കൊറോണറി ആർട്ടറിയുടെ സപ്ലൈ ഒക്കെ നോക്കിയാണല്ലോ, അപ്പൊ അതിനനുസരിച്ച് തന്നെ പറയാവുന്നതേ ഉള്ളൂ. ഒബ്സ്ട്രക്ഷൻ ഓഫ് ലെഫ്റ്റ് ആന്റിയർ ഡിസെൻഡിങ് ആർട്ടറി ആണെങ്കിൽ ആന്റിയർ വാൾ ബാധിക്കപ്പെടാം, അല്ലെങ്കിൽ സെപ്റ്റൽ വാൾ MI ആയിരിക്കാം. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ നമ്മൾ കൊറോണറി ആർട്ടറിയുടെ സർക്കുലേഷനിൽ ഇതൊക്കെ നോക്കിയാണ് ലെഫ്റ്റ് ആന്റിയർ ഡിസെൻഡിങ് ആർട്ടറി എവിടെ സപ്ലൈ ചെയ്യുന്നു, ആന്റിയർ വാളിനെ സപ്ലൈ ചെയ്യുന്നു, സെപ്റ്റത്തെ സപ്ലൈ ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിന് ബ്ലോക്ക് വന്നാൽ ആന്റിയർ വാൾ MI ആകാം, അല്ലെങ്കിൽ സെപ്റ്റൽ വാൾ MI ആകാം. ഇനി സർക്കംഫ്ലെക്സ് ആർട്ടറിക്കാണ് ബ്ലോക്ക് എങ്കിൽ, സർക്കംഫ്ലെക്സ് ലാറ്ററൽ വാൾ ആണല്ലോ പറഞ്ഞത്, സോ ലാറ്ററൽ വാൾ MI ആണ്. അതിനോടൊപ്പം പിൻഭാഗം കൂടി സപ്ലൈ ചെയ്യുന്നുണ്ട്, പോസ്റ്റീരിയർ വാൾ. നമ്മുടെ RCA റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ കൂടെ സഹകരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ക്രസന്റോ ആൻജൈന, ക്രസന്റോ പേര് കേട്ടോ? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ ക്രസന്റോ ആൻജൈന? മീൻസ് കേട്ട ഒരു ഓർമ്മയില്ല. അഥവാ ആരും കേട്ടിട്ടില്ല എങ്കിൽ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത നമ്മുടെ ക്ലാസ്സിൽ നോക്കാം ഉണ്ടോന്ന്. കാരണം ഞാൻ അങ്ങനെ ഒരു സാധനം കേട്ടില്ല. ക്രസന്റോ ഡി ക്രസന്റോ ഒക്കെ മർമറിലൊക്കെ പറയാറുണ്ട്, അല്ലാതെ കേട്ടിട്ടില്ല. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നോക്കിയിട്ട് പറയാം അങ്ങനെ ഒരു വകുപ്പുണ്ടോ. അതാണ്. ഇനി ഇതിന്റെ ഏതെങ്കിലും വേറെ പേരാണോ എന്നറിയില്ല. പ്രിൻസിപ്പലിന് ഓൾറെഡി 4 പേരുണ്ട്. ഓക്കെ, ഇനി അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഒക്കെ പേരുകൾ ഇടുന്നതാണോ എന്നറിയില്ല, ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അറിയില്ല. സോ ഇപ്പൊ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം. ഓക്കെ, ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. അപ്പൊ നമ്മൾ വന്നത് സർക്കംഫ്ലെക്സ് ലാറ്ററൽ വാളിനെ സപ്ലൈ ചെയ്യുന്നു. സോ ലാറ്ററൽ വാൾ MI ആണ് വരുന്നത് സർക്കംഫ്ലെക്സ് ബ്ലോക്ക് ആയാൽ. പിന്നെ പോസ്റ്റർ വാളിന് സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് പോസ്റ്റർ വാൾ MIയും വരാം. ഇനി റൈറ്റ് കൊറോണറി ആർട്ടറി ആണെങ്കിൽ പോസ്റ്റർ വാൾ MI ഉണ്ട്, പിന്നെ ഇൻഫീരിയർ വാൾ MI ഉണ്ട്. ഇൻഫീരിയർ വാൾ MI റൈറ്റ് കൊറോണറിയിൽ നിന്നുള്ള PDA സപ്ലൈ വരുന്നത് കൊണ്ട് വരുന്നു. ഇതത്രയും നമ്മൾ കൊറോണറി ആർട്ടറി സർക്കുലേഷനിൽ നോക്കിയതാണ്, ഏരിയ സപ്ലൈഡ്. അപ്പൊ അതിനനുസരിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സർക്കംഫ്ലെക്സ് ആർട്ടറി ആണ് ബ്ലോക്ക് ആകുന്നതെങ്കിൽ ലാറ്ററൽ വാൾ MI അല്ലെങ്കിൽ പോസ്റ്റർ വാൾ MI. റൈറ്റ് കൊറോണറി ആർട്ടറി ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ കൂടുതലും ഇൻഫീരിയർ വാൾ MI ആണ്. ഓക്കെ, ഇനി കാരണങ്ങൾ. HDL കുറവും LDL കൂടുതലും ആണെങ്കിൽ ഉള്ളത് നമ്മുടെ സ്റ്റാറ്റിൻസ് ആണ്. അതായത് സ്റ്റാറ്റിൻസ് അല്ല, ആന്റി ഹൈപ്പർലിപ്പിഡീമിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയല്ലോ, ആ ഗ്രൂപ്പുകളെയാണ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അറ്റോർവാസ്റ്റാറ്റിൻ, സ്റ്റാറ്റിൻ മരുന്നുകളാണ്. പക്ഷെ ആ രണ്ടാമത് പറഞ്ഞ ലൈപ്പോപ്രോട്ടീൻ ലിപ്പേസ് ആക്ടിവിറ്റി ഇൻഹിബിറ്റർ ഫൈനോഫൈബ്രേറ്റ് നല്ല മരുന്നാണ്. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, തോന്നുന്നു കുറച്ചുകൂടി പൈസ കൂടുതലാണ്. ഒരു ഉത്തരം ഇതാ വന്നിട്ടുണ്ട്, അൺസ്റ്റേബിൾ ആൻജൈന ഓൾസോ നോൺ ആസ് ക്രസന്റോ ആൻജൈന. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളിൽ ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അൺസ്റ്റേബിൾ ആൻജൈന ക്രസന്റോ ആൻജൈന എന്ന് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രസന്റോ ഡി ക്രസന്റോ ആൻജൈന സിവിയറിറ്റി ഓഫ് ആൻജൈനയ്ക്ക് അനുസരിച്ചാണ്. അത് നമ്മുടെ മർമറിനനുസരിച്ച് ഞാൻ പറയല്ലോ, മർമറിൽ ക്രസന്റോ ഡി ക്രസന്റോ മർമർ പറയും. അതായത് മർമർ കൂടി വരുന്നു ക്രസന്റോ, മർമർ കുറഞ്ഞു വന്നാൽ ഡി ക്രസന്റോ. സോ മേ ബി അതിന്റെ പാറ്റേണിനനുസരിച്ചും പറയുന്നതായിരിക്കാം. അതായത് പെയിൻ കൂടിയിട്ട് കുറയുന്നുവെങ്കിൽ അതിനെ ക്രസന്റോ ഡി ക്രസന്റോ എന്ന് പറയും. പെയിൻ കൂടിക്കൊണ്ടേ ഇരുന്നാൽ ക്രസന്റോ ആൻജൈന പറയാം, പെയിൻ കുറഞ്ഞുകൊണ്ടിരുന്നാൽ ഡി ക്രസന്റോ ആൻജൈന പറയാം. പക്ഷെ എന്തായാലും പേര് പറയുന്നത് ഇപ്പോൾ ആൻസർ ഇട്ടിട്ടുണ്ട്, 2-3 പേര് ഇട്ടിട്ടുണ്ട് അൺസ്റ്റേബിൾ ആൻജൈന. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്തല്ലോ. സോ ക്രസന്റോ ആൻജൈന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അൺസ്റ്റേബിൾ ആൻജൈനയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ്. ഓക്കെ, താങ്ക് യു. ശരി, അപ്പോ ഏതേ ബ്ലഡ് കൊളസ്ട്രോൾ ചോദിച്ചത് ഫൈനോഫൈബ്രേറ്റ് മരുന്ന്, ഫിനോഫൈബ്രേറ്റ് അല്ലെങ്കിൽ അറ്റോർവാസ്റ്റാറ്റിൻ ആണ് നമ്മുടെ ഇതിന് കൊടുക്കുന്നത്. HDL LDL കൂടുമെങ്കിൽ, HDL കുറവ് LDL കൂടുതലാണെങ്കിൽ. അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ കുറയ്ക്കാൻ അല്ലെങ്കിൽ ലിപ്പിഡ്സ് കുറയ്ക്കാൻ നമുക്ക് ഈ 2 മരുന്നുകളാണ് മെയിൻ ആയിട്ടുള്ളത്. പ്ലസ് ഭക്ഷണവും ആക്ടിവിറ്റി. മരുന്ന് മാത്രമായിട്ട് കഴിച്ചാൽ ഒരിക്കലും നമുക്ക് ഫുൾ ബെനിഫിറ്റ് വരില്ല. ഓക്കെ, 3 പേരും കൂടി ഒരുമിച്ച് പോകണം. ഭക്ഷണം അതിനനുസരിച്ച് കൺട്രോൾ ആവണം, അതിനോടൊപ്പം ആക്ടിവിറ്റിയും വേണം. അപ്പൊ ഭക്ഷണം കൺട്രോൾ ആകണം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് 2-3 കാര്യങ്ങൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. നമ്മുടെ കൊളസ്ട്രോളിന്റെ കൂടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഫാറ്റ് അല്ല. ഫാറ്റിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയ്ക്കുക, അതായത് അനിമൽ ഫാറ്റ് കുറയ്ക്കുക. പ്ലാന്റ് ഫാറ്റ് ഒക്കെ ഉപയോഗിക്കാം, പ്രശ്നമില്ല. മുട്ടയൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ അരി തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം ഈ അരി ആഹാരം ഭക്ഷണം മാറി ബോഡിക്കകത്ത് കയറിയിട്ട് അത് ഫാറ്റായിട്ട് മാറാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ ആഴ്ചയിൽ ഒരു 2.5 മുതൽ 3 മണിക്കൂർ ആക്ടിവിറ്റി വരുന്ന രീതിയിൽ ഒരു എക്സർസൈസ് റെജിമെൻ പ്ലാൻ ചെയ്യും. ഇത്രയൊക്കെയാണ് യൂഷ്വലി അതിനകത്ത് വരുന്നത് മാനേജ്മെന്റ്. ഓക്കെ, ഇനി ഇവിടെ അരിയും ഗോതമ്പും കണക്കാണ്. ഓക്കെ, അതിൽ ഗോതമ്പിന് നമ്മൾ ഗുണം പറയുന്നത് 2 പേർക്കും ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്. ഒരു പൊടിക്ക് മാത്രമേ വീറ്റിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ളൂ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 1 ഗ്രാം
അരി, അതിൽ നിന്ന് എത്ര ഗ്ലൂക്കോസ് ആകുന്നു, 1 ഗ്രാം വീറ്റിൽ നിന്ന് എത്ര ഗ്ലൂക്കോസ് ആകുന്നു, അതിനാണ് നമ്മൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് പറയുന്നത്. അതിൽ അരി ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസിനേക്കാൾ ഒരു പൊടിക്ക് മാത്രമേ വീറ്റ് ബോഡിയിൽ ഗ്ലൂക്കോസ് കുറയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഒരുപാടൊന്നും കുറയ്ക്കുന്നില്ല. പക്ഷേ എന്താണ്, ഇതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് അല്പം കുറവാണ്. പിന്നെ സറ്റൈറ്റി വാല്യൂ കൂടുതലാണ്. നമ്മൾ ചോറ്, അരി ആഹാരം, ചോറ് കാര്യമായിട്ട് നമ്മൾ കഴിക്കും, പക്ഷെ ഗോതമ്പ് ഭക്ഷണം അത്ര കഴിക്കില്ല. അപ്പൊ കഴിക്കുന്ന അളവ് കുറയും. അതുകൊണ്ടാണ് വീറ്റ് പറയുന്നത്. CBS ഒരു 2 ക്ലാസ് കൂടെ കാണും, 2 ക്ലാസ്സിനകത്ത് തീരും. ഓക്കെ, അതാണ് വീറ്റിന് ഗുണം പറയുന്നത്. ഓക്കെ, അല്ലാതെ ഗോതമ്പ് കഴിക്കാമോ എന്നല്ല. അരി കഴിക്കുന്നതിലും പ്രശ്നമല്ല, പക്ഷെ അരിയുടെ അളവ് കുറച്ചാൽ മതി. ഓക്കെ, അളവിലാണ് കാര്യം, ഭക്ഷണത്തിൽ മാത്രമല്ല. ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും, ഗോതമ്പാണെങ്കിലും നമ്മൾ ചുമ്മാ കഴിക്കാനും പറയില്ലല്ലോ. ചപ്പാത്തി കഴിക്കാൻ പറഞ്ഞാൽ 1 ചപ്പാത്തി കഴിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അരി ആഹാരം അളവിനും കുറച്ചാൽ മതി. ഓക്കെ, വീറ്റിന് അല്ലാതെ ഒരുപാട് ഗുണങ്ങളില്ല. ഗ്ലൈസെമിക് ഇൻഡെക്സ് അല്പം കുറവാണ്. പിന്നെ നമ്മൾ ഒരുപാട് കഴിക്കില്ല. സറ്റൈറ്റി വാല്യൂ പെട്ടെന്ന് കൂട്ടും, പെട്ടെന്ന് അങ്ങ് വയറ് നിറയ്ക്കും. അതുകൊണ്ട് വീറ്റ് പറയുന്നേ ഉള്ളൂ. അല്ല, രണ്ടുപേരും ഒരുപോലെയാണ്. ഓക്കെ, നമ്മൾ നാട്ടുകാർ ഒരുപാട് അരി കഴിക്കുന്നു, അരി അളവ് കൂട്ടി കഴിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിലൊക്കെ ഒരുപാട് ഡയബറ്റീസ് പറയുന്നത്. ഓക്കെ, കാരണങ്ങൾ അതിറോസ്ക്ലെറോസിസ് ഉണ്ട്, ആർട്ടീരിയോസ്ക്ലെറോസിസ് ഉണ്ട്. ഓക്കെ, പിന്നെ ആർട്ടറി സ്റ്റിഫായി പോകുന്നത് ആർട്ടീരിയോസ്ക്ലെറോസിസ്, ആർട്ടറിക്കുള്ളിൽ ബ്ലോക്ക് വന്നാൽ അതിറോസ്ക്ലെറോസിസ്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് അറിയാമല്ലോ, മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ. നോൺ മോഡിഫയബിൾ ആണെങ്കിൽ ഏജ്, സെക്സ്, ഫാമിലി, റേസ് എല്ലാം ഉണ്ട്. മോഡിഫയബിളിൽ പുകവലി, മദ്യപാനം, ഹൈപ്പർടെൻഷൻ, ഡയബറ്റീസ്, സ്ട്രെസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ കാലാകാലങ്ങളായിട്ട് കേൾക്കുന്ന തന്നെയാണ്. സയൻസ് ആൻഡ് സിംറ്റമിൽ മെയിൻ വ്യത്യാസം പെയിനിൽ നോക്കുക. പെയിനിൽ സബ്സ്റ്റേണൽ പെയിൻ തന്നെയാണ്, വ്യത്യാസമില്ല. പക്ഷേ ഇറ്റ് ഈസ് ക്രഷിംഗ് പെയിൻ. അപ്പുറത്ത് പ്രിക്കിംഗ് പെയിൻ ആയിരുന്നു, ഇവിടെ ക്രഷിംഗ് ആണ്. ക്രഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൈയും കൊണ്ട് ഹൃദയത്തെ പിടിച്ചിങ്ങനെ ഞെരിച്ചമർത്തുന്നു എന്നൊരു ഫീലിംഗ് ആണ് വരുന്നത്. ആരാണ്ട് നമ്മുടെ ഹൃദയത്തെ എടുത്ത് ഞെരിച്ചമർത്തുന്ന പോലെ തോന്നും. അപ്പൊ ക്രഷിംഗ് പെയിൻ ആണ് വരുന്നത്. സ്പെസിഫിക് ആയിട്ട് ഒരു പോയിന്റ് പറയാൻ പറ്റില്ല, എല്ലാം കൂടി ഞെരിഞ്ഞമരുന്ന പോലെ തോന്നും. ഇനി റേഡിയേഷൻ ഉണ്ട്, ടു ജോ, ബാക്ക്, ലെഫ്റ്റ് ആം സെയിം ആണ്. എന്നാൽ റിലീഫ് ഇല്ല, നോട്ട് ബൈ റെസ്റ്റ് ഓർ നൈട്രോഗ്ലിസറിൻ. അപ്പുറത്ത് റെസ്റ്റും നൈട്രോഗ്ലിസറിനും റിലീഫ് തരുമായിരുന്നു. റിലീവ്ഡ് ഓൺലി ബൈ ഓപ്പിയോയിഡ്സ്. ഓക്കെ, ഇനി പെയിൻ ക്യാൻ ലാസ്റ്റ് ഫോർ 30 മിനിറ്റ്സ് ഓർ ലോങ്ങർ. പെയിന്റെ പാറ്റേൺ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണല്ലോ. അവിടവും ഇവിടവും തമ്മിലുള്ള വ്യത്യാസം. സബ്സ്റ്റേണൽ സെയിം ആണ്, റേഡിയേഷൻ സെയിം ആണ്, പക്ഷേ സിവിയറിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പെയിൻ സിവിയർ ആയിരിക്കും, അവിടെ മൈൽഡ് ടു മോഡറേറ്റ് ആണ് പറഞ്ഞത്, ഇവിടെ മോഡറേറ്റ് ടു സിവിയർ ആണ്. സിവിയർ പെയിൻ ആണ് യൂഷ്വലി വരുന്നത്. പിന്നെ അപ്പുറത്ത് പ്രിക്കിംഗ് പെയിൻ ആയിരുന്നു, ഇവിടെ ക്രഷിംഗ് പെയിൻ ആണ്. ഇനി അപ്പുറത്ത് റിലീവ്ഡ് ബൈ റെസ്റ്റ് ഓർ നൈട്രോഗ്ലിസറിൻ ആണ്, ഇവിടെ നോട്ട് റിലീവ്ഡ് ബൈ റെസ്റ്റ് ഓർ നൈട്രോഗ്ലിസറിൻ ആണ്. ഇവിടെ ഓപ്പിയോയിഡ്സ് കൊടുത്താൽ മാത്രമേ റിലീഫ് വരൂ. പിന്നെ അവിടെ യൂഷ്വലി 10 മുതൽ 15 ആണല്ലോ ആവറേജ് പറഞ്ഞത്, ഇവിടെ 30 മിനിറ്റിൽ കൂടുതലും നീളം. ഇനി സിമ്പത്തറ്റിക് സിംറ്റംസ്, അതായത് അപ്രിഹെൻഷൻ പറയല്ലോ, വിയർക്കുന്നു, വെപ്രാളം കാണും, ഹാർട്ട് റേറ്റ് കൂടുന്നു, കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു എന്ന് പറഞ്ഞതെല്ലാം ഇവിടെ കാണും. നോസിയ, വോമിറ്റിംഗ് വരാം. ഓക്കെ, ഛർദിക്കാം, പെയിൻ വരുമ്പോഴേക്കും ഛർദിക്കാം. പിന്നെ ലെവിൻ സൈനും കാണും, നെഞ്ചിലുള്ള പിടുത്തം, ലെവിൻ സൈനും ഇവിടെ കാണും. ഓക്കെ, ഇനി ലാസ്റ്റ് ഉള്ള മാനേജ്മെന്റ് ഇതൊന്ന് ജസ്റ്റ് പറയാം, കാരണം എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ് മുതൽ ഇതിന്റെ ഡീറ്റെയിലിംഗ് ആണ്, CABG, PTCA ഒക്കെയാണ് നമുക്ക് പിന്നെ നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പുള്ള സ്റ്റാർട്ടിങ് മാത്രം ഒന്ന് പറയാം. അപ്പൊ മാനേജ്മെന്റ് കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ECG ഉണ്ട്. ECG ST എലിവേഷൻ, T വേവ് ഡിപ്രഷൻ എല്ലാം കഥകളൊക്കെ പറഞ്ഞതാണ് അറിയാം. കാർഡിയക് എൻസൈം മൊത്തവും പറഞ്ഞതാണ് അറിയാം. ആൻജിയോഗ്രാഫി നമ്മൾ നോക്കിയിരുന്നു, എക്കോ നോക്കിയിരുന്നു. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നോക്കുന്ന ടെസ്റ്റുകൾ. ഇനി മാനേജ്മെന്റിൽ എമർജൻസി മാനേജ്മെന്റ് ഓണം എന്ന് പറയുന്നു. മോർഫിൻ കൂടെ അവിടെ ചേർക്കുന്നു. ഓക്സിജൻ തെറാപ്പി വേണം, നൈട്രോഗ്ലിസറിൻ വേണം, ആന്റിപ്ലേറ്റ്ലെറ്റ്സ് ആണ് ആസ്പിരിൻ ആൻഡ് ക്ലോപ്പിഡോഗ്രൽ. പിന്നെ മോർഫിൻ സൾഫേറ്റ് കൊടുക്കും. പെയിൻ കൺട്രോൾ ചെയ്യാൻ മോർഫിൻ ആണ് ബെറ്റർ, 4 മുതൽ 8 മില്ലിഗ്രാം. അതിനോടൊപ്പം മോർഫിൻ കൊടുക്കുമ്പോൾ വേറൊരു കാര്യം, ഒരു സെഡേറ്റീവ് പ്രോപ്പർട്ടിയും കൂടി മോർഫിൻ ഉണ്ട്. അപ്പൊ പെയിൻ കുറയ്ക്കുന്നതിനോട് സെഡേഷൻ ഉണ്ടാകും. അപ്പൊ സെഡേഷൻ ഉണ്ടാകുമ്പോൾ വെപ്രാളം കുറയും, വെപ്രാളം കുറയുമ്പോൾ ഹാർട്ട് റേറ്റ് കുറയും, ഹാർട്ട് റേറ്റ് കുറയുമ്പോൾ ഹാർട്ടിന് റെസ്റ്റ് കിട്ടും. ഈ ഓൾറെഡി പ്രശ്നമായിരിക്കുന്ന ഹാർട്ടിന് വെപ്രാളം വരുമ്പോൾ കൂടുതൽ ഇടിക്കുന്നു. അങ്ങനെ ഹാർട്ട് റേറ്റ് കൂടുമ്പോഴേക്കും പിന്നെയും സ്ട്രെസ് ആണ്. അപ്പോൾ മോർഫിനോ അതുപോലുള്ള സെഡേറ്റീവ്സ് കൂടി കിട്ടുമ്പോഴേക്കും ആ ഒരു ടെൻഷൻ കുറയുമ്പോൾ, ഹാർട്ട് റേറ്റ് കുറയുമ്പോൾ ഹാർട്ടിന് റെസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി ഡോർ ടു നീഡിൽ, ഡോർ ടു ബലൂൺ ടൈം വിട്ടേക്കുക. ഓക്കെ, ഇത് പറയാം, ഇത് PTCAയിൽ നമുക്ക് നോക്കാനുണ്ട്, അതുകൊണ്ട് അതിപ്പോ ഇവിടെ വേണ്ട. ഇനി ബാക്കി ചെയ്യുന്ന മാനേജ്മെന്റുകൾ ഏതൊക്കെ? ഓക്കെ, ഇതിൽ PTCA ഞാൻ പറയുന്നില്ല. ഓക്കെ, കാരണം PTCA അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മയോകാർഡിയൽ ഇൻഫാർക്ഷന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, ഇന്റർവെൻഷണൽ
മാനേജ്മെന്റ് ഉണ്ട്, സർജിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. 3 മാനേജ്മെന്റ് ആണ് മയോകാർഡിയൽ ഇൻഫാർക്ഷന് ഉള്ളത്. ഓക്കെ, ഇതിൽ മെഡിക്കൽ മാനേജ്മെന്റ് ആണ് ഈ പറഞ്ഞ മെഡിസിൻസ് അല്ല, നമ്മളിപ്പോ നോക്കിയ മെഡിസിൻസ് ഒക്കെ അതെല്ലാം മെഡിക്കൽ മാനേജ്മെന്റ് അകത്ത് വരും. ഓക്കെ, ഇന്റർവെൻഷണൽ മാനേജ്മെന്റ് ആണ് ഇപ്പൊ ഒന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റ് ആണ് സർജറി, അത് CABG. ഇത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്റർവെൻഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത്, ഇന്റർവെൻഷണൽ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ എന്ത്? മെഡിക്കൽ കാർഡിയോളജിക്കും സർജിക്കൽ കാർഡിയോളജിക്കും ഇടയ്ക്കുള്ളതാണ് ഇന്റർവെൻഷണൽ കാർഡിയോളജി. അതായത് മെഡിസിൻ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ സർജറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ രണ്ടിനും നടുക്ക് നമ്മുടെ കത്തീഡ്രൈസേഷൻ വഴിയുള്ള നടപടി. ഓക്കെ, അപ്പൊ ഈ കത്തീഡ്രൈസേഷൻ വഴി ചെയ്യുന്ന മാനേജ്മെന്റ് ആയി ഇന്റർവെൻഷണൽ കാർഡിയോളജിയിലുള്ള ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് PTCA, പെർക്യൂട്ടേനിയസ് ട്രാൻസ്ലൂമിനൽ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, അപ്പൊ ഈ ആൻജിയോപ്ലാസ്റ്റി ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, അത് ഇവിടെ ഇരിക്കട്ടെ, കാരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം PTCA. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെയുള്ള മെഡിക്കൽ മാനേജ്മെന്റിനകത്തുള്ള കാര്യം പറഞ്ഞു, അതിൻ്റെ കൂടെ ഫൈബ്രോനെക്റ്റിക് തെറാപ്പി ഉണ്ട്. അല്ലാതെ ഇന്റർവെൻഷണൽ കാർഡിയോളജിയിൽ ആൻജിയോപ്ലാസ്റ്റി അല്ലാതെ നമ്മൾ ചെയ്യുന്ന 2-3 കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോകാം, അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, സോ ബാക്കി മാനേജ്മെന്റുകൾ നോക്കുമ്പോൾ ഫൈബ്രോനോലൈറ്റിക് തെറാപ്പി ഫസ്റ്റ് ലൈൻ ആയിട്ട് പറയുന്നതാണ്. അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ വരുമ്പോൾ കാർഡിയക് എൻസൈം ചെക്ക് ചെയ്തു ഡ്രോപ്പ് പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി കാത്ത് ലാബ് ഇല്ലാത്ത ഫെസിലിറ്റി ആണെങ്കിൽ ഉടനെ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഫൈബ്രോനോലൈറ്റിക് തെറാപ്പി ആണ്, അതായത് ട്രോംബോലൈറ്റിക് തെറാപ്പി ആണ്. ഒരാളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ MI ഉണ്ട് എന്നുള്ള സൂചന കിട്ടിയാൽ, ECG ചെയ്തു MI ഉണ്ട്, ഡ്രോപ്പ് ചെയ്തു പോസിറ്റീവ് ആണ്, MI ഉണ്ടെന്ന് സൂചന കണ്ടാൽ കാത്ത് ലാബ് ഉള്ള ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ ഉടൻ തന്നെ എമർജൻസി കാത്ത് ലാബ് പോസ്റ്റ് ചെയ്യുന്നു. അല്ല എങ്കിൽ എമർജൻസി ആയിട്ട് ത്രോംബോലൈറ്റിക് തെറാപ്പി കൊടുക്കണം. ഓക്കെ, ആ ക്ലോട്ട് പൊട്ടിപ്പോണം, അപ്പൊ ത്രോംബോലൈറ്റിക് തെറാപ്പി കൊടുക്കണം. അപ്പൊ ഫൈബ്രോനോലൈറ്റിക് തെറാപ്പിയാണ് അക്കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഐഡിയലി ചെസ്റ്റ് പെയിൻ തുടങ്ങി വിത്തിൻ 6 hours നമ്മൾ ഫൈബ്രോനോലൈറ്റിക് തെറാപ്പി കൊടുക്കണം, എന്നാലേ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളൂ. പ്രോഗ്നോസിസ് ബെറ്റർ ആകുന്നത് വിത്തിൻ 6 hours കൊടുത്താലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് മെഡിക്കൽ മാനേജ്മെന്റിലെ ഫസ്റ്റ് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ആള്. ഇനി ഇന്റർവെൻഷണൽ കാർഡിയോളജിക്ക് അകത്ത് വരുമ്പോൾ PTCA ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്, പിന്നെ ലേസർ ആൻജിയോപ്ലാസ്റ്റിയും കൊറോണറി സ്റ്റെന്റും ഉണ്ട്, അതിറെക്ടമി ഉണ്ട്, TMLR ട്രാൻസ് മയോകാർഡിയൽ ലേസർ റീവാസ്കുലറൈസേഷൻ. ഇതിൽ PTCA അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബാക്കി 3 ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ലേസർ അസിസ്റ്റഡ് ആൻജിയോപ്ലാസ്റ്റിയും അല്ലെങ്കിൽ കൊറോണറി സ്റ്റെന്റിയും എന്ന് പറയുന്നത്, കൊറോണറി സ്റ്റെന്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ. നമ്മൾ ആൻജിയോഗ്രാഫി ചെയ്തു, കത്തീഡ്രൈസേഷൻ ചെയ്തു, അകത്തോട്ട് പോയി കത്തീഡ്രൽ കൊറോണറി ആർട്ടറിയിൽ എത്തി. അപ്പൊ കത്തീഡ്രൽ കൊറോണറി ആർട്ടറിയിൽ എത്തി കഴിയുമ്പോൾ കൊറോണറി ആർട്ടറിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ കത്തീഡ്രൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു നമ്മുടെ സ്പ്രിങ് പോലത്തെ ഒരു മെറ്റൽ സ്റ്റെന്റ് ഇട്ട് കൊടുക്കുന്നു, അറിയാമല്ലോ. ഇതിനെയാണ് കൊറോണറി സ്റ്റെന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്ക് ഉള്ളത് കൊണ്ട് ആ ആർട്ടറി പിന്നീട് ബ്ലോക്ക് ആകുന്നില്ല, ആ ആർട്ടറി പിന്നെ കൊളാപ്സ് ആകുന്നില്ല. അതാണ് നടപടി. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊരു ഫ്രെയിം വർക്ക് അകത്തിട്ട് കൊടുക്കുന്നതിനാണ് കൊറോണറി സ്റ്റെന്റിങ് എന്ന് പറയുന്നത്. കൊറോണറി സ്റ്റെന്റ് മെയിൻ ആയിട്ട് 5 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇതിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് 3 ടൈപ്പേ ഉള്ളൂ, ബാക്കിയൊക്കെ ഡെവലപ്പ് ആയി വരുന്നതാണ്. ബെയർ മെറ്റൽ സ്റ്റെന്റ്, ഫൈബ്രോനോലൈറ്റിക് തെറാപ്പിയുടെ ഡോസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ത്രോംബോലൈറ്റിക് തെറാപ്പിയിൽ ഡോസ് ഇട്ടിരുന്നല്ലോ. ക്ലാസ് കഴിഞ്ഞു കേട്ടോ, ഇപ്പൊ ഇതാണ് ലാസ്റ്റ്. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റെന്റിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെന്റ് ആയിരുന്നു ബെയർ മെറ്റൽ സ്റ്റെന്റ്. ബെയർ മെറ്റൽ സ്റ്റെന്റ് എന്ന് പറയുമ്പോൾ സ്പ്രിങ് മെറ്റൽ സ്റ്റെന്റ് ആണ്. അപ്പൊ മെറ്റൽ സ്റ്റെന്റ് നമ്മുടെ ഇതിനകത്ത് ഇടുന്നു. അപ്പൊ മെറ്റൽ സ്റ്റെന്റിന് ഒരു പ്രശ്നമുണ്ട്, മെറ്റൽ സ്റ്റെന്റിന് അകത്ത് വീണ്ടും ബ്ലോക്ക് വരാം. 1. 2, ഈ മെറ്റൽ എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറിയുടെ അകത്ത് ഇരിക്കുവാണ്. അപ്പൊ ഈ ഇരുമ്പ് മെറ്റൽ കൊറോണറി ആർട്ടറിയുടെ എൻഡോത്തീലിയത്തിൽ എന്നും തട്ടുന്നുണ്ട്. അപ്പൊ കൊറോണറി ആർട്ടറിയുടെ എൻഡോത്തീലിയം എന്നും ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അവിടെ ഹീലിംഗ് നടക്കില്ല. ഇങ്ങനെ 2 പ്രശ്നവും മെറ്റൽ സ്റ്റെന്റിന് ഉണ്ട്, ബെയർ മെറ്റൽ സ്റ്റെന്റിന്. 1, ഇട്ടിരിക്കുന്ന സ്റ്റെന്റിനകത്ത് ആ മെറ്റലിനകത്ത് വീണ്ടും ബ്ലോക്ക് വരാം. 2, എൻഡോത്തീലിയം എന്നും ഇൻഫ്ലെയിംഡ് ആയിരിക്കും. അപ്പോ ഇതിൽ ആദ്യം പറഞ്ഞ പ്രശ്നം മറികടക്കാനാണ് രണ്ടാമത്തെ ടൈപ്പ് സ്റ്റെന്റുകൾ ഇറങ്ങിയത്, DES, ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെന്റ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റെന്റിനകത്ത് ആന്റി കോയാഗുലന്റ് കോട്ടിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റെന്റിനകത്ത് വീണ്ടും ബ്ലോക്ക് വരില്ല, കാരണം അതിനകത്ത് ആന്റി കോയാഗുലന്റ് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് അവിടെ പിന്നെ അതിറോമയ്ക്ക് ഡെവലപ്പ് ആവാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും അതിനകത്തുനിന്ന് മരുന്ന് ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കും. അതാണ് വാക്കിന്റെ അർത്ഥം. ഡ്രഗ് എല്യൂട്ടിംഗ് മീൻസ് ഡ്രഗ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെന്റ്. എന്നാൽ ഈ ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെന്റിന് ഉള്ള മറ്റൊരു പ്രശ്നം, നമ്മൾ രണ്ടാമത് പറഞ്ഞ പ്രശ്നം അവിടെ മാറുന്നില്ല. കാരണം സ്റ്റെന്റ് ഈ കൊറോണറി ആർട്ടറിയുടെ എൻഡോത്തീലിയത്തിന്റെ അകത്താണ്. അപ്പൊ എൻഡോത്തീലിയം എന്നും തട്ടി അവിടെ ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്, അവിടെ ഹീലിംഗ് നടക്കുന്നില്ല. ആ ഒരു പ്രശ്നം ഇതിന് മാറാൻ പറ്റുന്നില്ല.
അതിനെ മറികടക്കാൻ വന്ന സ്റ്റെന്റ് ആണ് ബയോ എഞ്ചിനീയർഡ് സ്റ്റെന്റ്. ഇപ്പോൾ ബയോ എഞ്ചിനീയർഡ് സ്റ്റെന്റ് ആകുമ്പോൾ സ്റ്റെന്റിന്റെ പുറം ഭാഗത്ത് ഹീലിങ്ങിന് സഹായിക്കുന്ന ആന്റിബോഡീസ് ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബയോ എഞ്ചിനീയർഡ് സ്റ്റെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെന്റിൽ പറഞ്ഞത് സ്റ്റെന്റിന്റെ അകത്ത്, പുറത്തല്ല, സ്റ്റെന്റിന്റെ ഉള്ളിൽ ആന്റി കോയാഗുലൻ കോട്ടിംഗ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ക്ലോട്ട് വീണ്ടും വരുന്നില്ല. അതേസമയം ബയോ എഞ്ചിനീയർഡ് സ്റ്റെന്റ് ആകുമ്പോൾ സ്റ്റെന്റിന്റെ പുറത്ത്, സ്റ്റെന്റിന്റെ സർഫസിൽ ഹീലിങ്ങിന് സഹായിക്കുന്ന ആന്റിബോഡീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സ്റ്റെന്റ് കൊറോണറി ആർട്ടറിക്ക് അകത്തിട്ട് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറിയുടെ എൻഡോത്തീലിയം പെട്ടെന്ന് ഉണങ്ങും. കാരണം ആ സർഫസിൽ ഹീലിങ്ങിന്റെ ആന്റിബോഡീസ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്തുവാണ്? അകത്ത് കോട്ടിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്ലോക്ക് വീണ്ടും വരാം. അപ്പൊ ഇത് രണ്ട് പ്രശ്നമാണല്ലോ. ഒന്ന്, കൊറോണറി ആർട്ടറി ഹീൽ ആകുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നവും, ബ്ലോക്ക് വീണ്ടും വരുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നവും. അപ്പൊ ബയോ എഞ്ചിനീയർഡിൽ എൻഡോത്തീലിയം ഹീലാകും, പക്ഷെ ബ്ലോക്ക് വീണ്ടും വരാം. ഇനി ഈ രണ്ടും കൂടി ഒരുമിച്ചുള്ളതിനെയാണ് ഡ്യുവൽ തെറാപ്പി സ്റ്റെന്റ് എന്ന് പറയുന്നത്. അതായത് ആ സ്റ്റെന്റുകളുടെ ഉള്ളിൽ ആന്റി കോയാഗുലൻ കോട്ടിംഗ് ഉണ്ട്, പുറമെ ഹീലിംഗ് ആന്റിബോഡിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ നടക്കും. ആൻജിയോപ്ലാസ്റ്റി പ്ലസ് സ്റ്റെന്റിങ് ആണ് കൂടുതൽ നടക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബലൂൺ ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റെന്റ് ഇടാറുണ്ട്. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെന്റും കൂടെയുള്ള കോമ്പിനേഷൻ ആണ്. അപ്പൊ അതിൽ ആൻജിയോപ്ലാസ്റ്റി ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അതുകൊണ്ടാണ് അത് മിണ്ടാതിരുന്നത്. ഓക്കെ, ഇതിപ്പോ ജസ്റ്റ് ഞാൻ സ്റ്റെന്റിനെ കുറിച്ച് മാത്രം അങ്ങ് പറയുന്നതാണ്. സോ ഇതാണ് ഡ്യുവൽ തെറാപ്പി. അകത്ത് ആന്റി കോയാഗുലൻ കോട്ടിങ്ങും പുറത്ത് ഹീലിങ്ങിന്റെ ആന്റിബോഡിയും ഉള്ളത്. ഓക്കെ, ഇനി ബയോ റീഅബ്സോർബിൾ ഉണ്ട്. ബയോ റീഅബ്സോർബിൾ ആകുമ്പോൾ പേര് പോലെ തന്നെ നമ്മുടെ ചില ഫ്യൂച്ചർ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇട്ട് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞ് അബ്സോർബ് ചെയ്ത് പോകുന്നു. സെയിം വേ സ്റ്റെന്റും ബയോ റീഅബ്സോർബിൾ, അതായത് 4 മുതൽ 6 മാസത്തിനകത്ത് ആ സ്റ്റെന്റ് അങ്ങ് അബ്സോർബ് ചെയ്ത് പോകും. അപ്പൊ അവിടെ കിടന്നിട്ട് കൊറോണറി ആർട്ടറി എന്നും ഇറിറ്റേറ്റ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഈ ബയോ റീഅബ്സോർബിൾ സ്റ്റെന്റിന്റെ ഗുണം. ഇങ്ങനെ 5 ടൈപ്പ് സ്റ്റെന്റ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെന്റ് ഉണ്ട്, പിന്നെ ബയോ റീഅബ്സോർബിൾ ഉണ്ട്. ഡ്രഗ് എലൂട്ടിങ്ങും ബയോ റീഅബ്സോർബിളും ആണ് ഇപ്പോൾ കൂടുതലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതീറെക്ടമി ആകുമ്പോൾ നമ്മുടെ കത്തീഡർ ഇൻസേർട്ട് ചെയ്തിട്ട് അതീറോമയെ തോണ്ടിയെടുത്ത് കളയുക, അതിനെ പിടിച്ചെടുത്ത് കളയുക, റിമൂവൽ ഓഫ് അതീറോമ പ്ലേക്ക്, അതിനെയാണ് അതീറെക്ടമി എന്ന് പറയുന്നത്. പിന്നെ TMLR, ട്രാൻസ് മയോകാർഡിയൽ ലേസർ റീവാസ്കുലറൈസേഷൻ എന്ന് പറയുമ്പോൾ ലേസറുകൾ ഉപയോഗിച്ച്, കൺസെപ്റ്റ് ഇത്രയും മാത്രം ഓർത്താൽ മതി. നമ്മുടെ ഹാർട്ടിന്റെ മതിൽ ഇപ്പോ ബയോ റീഅബ്സോർബിൾ ആകുമ്പോൾ സ്റ്റെന്റ് അബ്സോർബ് ചെയ്ത് പോകുന്നു, സ്റ്റെന്റ് അവിടെ ഇല്ല. നമ്മൾ മെറ്റൽ സ്റ്റെന്റ് ഒക്കെ ഇട്ടാൽ ലൈഫ് ലോങ് ആ സ്റ്റെന്റ് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എൻഡോത്തീലിയം ഉണങ്ങുന്നില്ല. അതേസമയം ബയോ റീഅബ്സോർബിൾ ആകുമ്പോൾ ഒരു 6 മാസമൊക്കെ അത് അവിടെ കാണും. അത്രയും നേരം അത് ബ്ലഡ് വെസലിനെ ഓപ്പൺ ആക്കി വെക്കും. അത് കഴിയുമ്പോൾ അത് അബ്സോർബ് ചെയ്ത് പോകും. അതിനുശേഷം എൻഡോത്തീലിയത്തിന് ഉണങ്ങാനുള്ള അവസരവും കിട്ടും. നമ്മുടെ TMLR, ട്രാൻസ് മയോകാർഡിയൽ ലേസർ റീവാസ്കുലറൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു മുറിവ്, ഓക്കെ, ഒരു ഇസ്കീമിക് ഭാഗം ഉണ്ടെങ്കിൽ നമ്മളൊരു ബ്ലേഡ് എടുത്ത് ആ ഇസ്കീമിയുടെ മുകളിൽ കൂടെ കുറെ വെട്ടിയാൽ ആ ഇസ്കീമിയുടെ മുകളിൽ കൂടെ ബ്ലഡ് ഒഴുകുമല്ലോ ഡയറക്റ്റ് ആയിട്ട്. ഇതേ കൺസെപ്റ്റ് ആണ് നമ്മൾ TMLRലും ചെയ്യുന്നത്. അതായത് മയോകാർഡിയത്തിൽ ഒരു ഇസ്കീമിക് ഭാഗമുണ്ട്, കുറച്ച് ഡാമേജ് വന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ലേസർ ഉപയോഗിച്ച് കുറച്ച് വെട്ടി കുറച്ച് മുറിവുണ്ടാക്കി. അപ്പൊ ഈ മുറിവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് ഒഴുകുമല്ലോ. അപ്പൊ അങ്ങനെ ഒഴുകുമ്പോൾ ഇസ്കീമിയ വന്ന ആ ഭാഗത്ത് ഡയറക്റ്റ് ആയിട്ട് കുറച്ച് ബ്ലഡ് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് ചെയ്യുന്ന ഒരു നടപടിയാണ് TMLR.